ആരെയും കാണപ്പെടും. അത് ഞാനല്ലേ പറയണ്ടേ? ആര് പറഞ്ഞാലും ആരെയും കണ്ട പ്രശ്നമാവൂലേ? എന്ത് പ്രശ്നമായാലും കുഴപ്പമില്ല. ബിനുവേട്ടന് ഇപ്പം എല്ലാം അറിയാലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നേ? എന്ന് പറഞ്ഞ് നമ്മൾ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന തെറ്റല്ലേ രുക്കു? ഞാൻ പ്രഗ്നന്റ് അല്ലേ ചേട്ടാ, പിന്നെ ഇതൊക്കെ എങ്ങനെ തെറ്റാവുന്നേ? അതപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലേ. എന്റെ പൊന്നു മണ്ടൂസേ, വീട്ടിലെല്ലാരോടും അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു വെച്ചേക്കുന്നേ. ഓ അങ്ങനെ, ഞാൻ പേടിച്ചു പോയി. അല്ല എവിടത്തെ പോലീസുകാരടിയാവാൻ? നീ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് അവന് ഒരു സംശയം തോന്നുന്നില്ലേ? ചെറിയ സംശയമൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം അമ്മയോട് വയറിനെ പറ്റിയൊക്കെ ബിനുവേട്ടൻ ചോദിച്ചായിരുന്നു. അവനെന്തിനാ വയറിനെ പറ്റി ചോദിക്കണത്? നിന്നെ ഷോക്ക് അടിപ്പിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അവനെ കൊന്നുകളയും. ആ വയറല്ല, ഈ വയറ്. ഈ വയറെന്താ നോക്കി? എൻ്റെ പൊന്നു ചേട്ടാ, ഇത്ര മണ്ടൂസാവാതെ. ഒരു പെണ്ണ് ഗർഭിണിയാവും വയറ് വലുതാവത്തില്ലേ? എൻ്റെ വയറെന്താ വലുതാവാത്തേന്നാ ചോദിച്ചേ. അങ്ങനെ തെളിച്ച് പറ, എങ്കിലല്ലേ മനസ്സിലാവുള്ളൂ. നിനക്കിപ്പോൾ തോന്നുന്നു വയറ് വലുതാണോ? അത്രയല്ലേ ഉള്ളൂ. ആ ഉഗ്ര ഐഡിയ എൻ്റെ കയ്യിലുണ്ട്. എന്തോ? നീ 2-3 ദിവസത്തേക്ക് നല്ല രീതിയിൽ പഴങ്കഞ്ഞി എടുക്കണം. പഴങ്കഞ്ഞി എടുത്തിട്ട് അതിൽ കുറേ തൈര് ഒഴിച്ച് അച്ചാറൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട്, ചക്ക ഉണ്ടെങ്കിൽ ചക്ക മരിച്ചിനി അതിൻ്റെ ഇടണം. എന്നിട്ട് നന്നായിട്ട് കുഴക്കണം. കുഴച്ചിട്ട് നല്ല കരുവാടല്ലേ, ക്ലാത്തി കരുവാടൊക്കെ വെച്ചിട്ട് രണ്ടും കൂടെ അങ്ങ് അടിച്ചാൽ മതി. ഒരു 3-4 ദിവസം അടിച്ചു കഴിഞ്ഞാൽ വയറ് ഇതുപോലെ വരും. അതാണോ ഇങ്ങനെ വീർത്തിരിക്കുന്നേ? പിന്നെ അല്ലാതെ. വരട്ടെ, വരണമെങ്കിൽ വരട്ടെ. നിനക്ക് പേടിയില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല ചേട്ടാ, കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കും. എന്ത് പ്രശ്നം? ഇനിയുടെ പ്രശ്നം ഉണ്ടാക്കി വന്നാൽ ഞാൻ നല്ലത് കൊടുക്കാം. ഒന്ന് പോയി അവിടെ മാറി നിൽക്കേ. എന്തിന്? ഒന്ന് പോ ചേട്ടാ. അവനെ കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല, നീ പറഞ്ഞോണ്ട് ഞാൻ പോണു. വേഗം. അവനെ അവൻ്റെ അവര് നീ വീണ്ടും വേലി ചാടാൻ തുടങ്ങിയാടി. പിന്നോട്ട് അനാവശ്യം പറയല്ലേ. നിനക്ക് അനാവശ്യം കാണിക്കാം. ഞാൻ അനാവശ്യം പറഞ്ഞാലാണ് കുഴപ്പമില്ലേ? എവിടെ മറ്റോ? എവിടെ? ആര്? എൻ്റെ മറ്റേ നെയ്യാറ്റിങ്കര ഫഹദ് ഫാസിൽ. ഇവിടെ ഒന്നും ആരുമില്ല. ആരും ഇല്ലേ? ആരും ഇല്ലാതെ നീ തെങ്ങും മണയിൽ വന്ന് നിൽക്കൂലല്ലോ വെറുതെ. എനിക്കറിയാം, അവ എന്നെ കണ്ട് പേടിച്ച് ഇവിടെ മാറി നിൽക്കുകയാണ്. നീ ഒളിച്ചോടാടാ, നീ ഒളിച്ചോ. ഇന്നേക്ക് 8-ാം മാസം ഇവള് പ്രസവിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വീണ്ടും വന്ന് കാണും. അതുവരെ നിന്റെ കേസ് ബിനു പെൻഡിങ്ങിന് വെച്ചേക്കാണ് കേട്ടാ. ഒളിച്ചിരുന്ന് എറിയണോടാ, ഇന്ന് ഞാൻ കാണിച്ചു തരണോ? എനിക്ക് വേദനിക്കാണ്. ചുണുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ വന്നിടണം. ചാത്തനേറായിട്ട് ബന്ധമുണ്ട് നിന്റെ മറ്റവന്.